ട്രംപിനെ തീർക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി ഇസ്രയേൽ ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടാണ് വെടിനിർത്തൽ റദ്ദാക്കി യുദ്ധം ഘടിപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്ന് റിപ്പോർട്ട്. ഈഗോയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ട്രംപിന് ഈ റിപ്പോർട്ട് കടുത്ത ഷോക്കായി മാറിയതോടെയാണ് സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ച് വീണ്ടും യുദ്ധം ആരംഭിച്ചത്. 2 ദിവസമായി അടിയും തിരിച്ചടിയുമായി പുരോഗമിക്കുന്ന അക്രമം എണ്ണവില വീണ്ടും ഉയർത്താനും മിഡിൽ ഈസ്റ്റിനെ വീണ്ടും സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഇറാനിലെ ആണവ പ്ലാന്റിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരൊറ്റ രാത്രിയിൽ 90 ഇറാൻ സൈനിക കേന്ദ്രങ്ങളാണ് US ആക്രമിച്ചത്. ഫോർമുസ് കടലിടുക്കിനെ നിയന്ത്രണത്തിലാക്കാൻ ഇരുവിഭാഗവും പോരടിച്ചാൽ യുദ്ധം നീണ്ടുപോകും. ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപ് എന്നാണ് സൂചന. അമേരിക്കൻ ക്രൂയിസ് മിസൈൽ ആണവ പ്ലാന്റിന് സമീപം വീണതായി ഇറാൻ ടെലിവിഷനും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ഭരണകൂടം നിലപാട് സ്വീകരിക്കുന്നത്.